ഹായ്. കുട്ടികൾ മലയ്ക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം കുറേ നാളായിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി നമ്മുടെ ഇവിടെ മീൻ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇതാണ് നമ്മൾ അവർക്ക് വച്ചു കൊടുക്കുന്നത്. ഒരു ദിവസം പൊട്ടറ്റോ ഫ്രൈ ആയിരിക്കും, പിറ്റേ ദിവസം പിന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യും, പിന്നെ സോയ ഫ്രൈ, അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 16-ാം തീയതിയാണ് അവർ മലയ്ക്ക് പോകുന്നത്. അപ്പോൾ അന്ന് വരെ കുറച്ച് ബുദ്ധിമുട്ടിയേ പറ്റൂ. അപ്പോൾ മറ്റത് മീൻ കൂട്ടാനാണെങ്കിൽ വെറും ഒരു മീൻ കൂട്ടാൻ മാത്രം വെച്ചാൽ മതിയല്ലോ. മീൻ പൊരിക്കുകയോ മീൻ കറി വയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ അതുപോലെ എന്തെങ്കിലും അച്ചാർ വേണം. അപ്പോൾ രാത്രി നമുക്കിവിടെ സ്ഥിരം ഇപ്പോഴെന്നും കഞ്ഞിയും പയറും അച്ചാറുമാണ്. നല്ല സൂപ്പറാണ് കേട്ടോ. എനിക്ക് കഞ്ഞി എന്ന് പറയുന്ന സാധനമേ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പയറും അച്ചാറും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാത്രിയാവാൻ കാത്തിരിക്കും കഞ്ഞിയും പയറും കൂടെ ഇങ്ങനെ കോരി കുടിക്കാനായിട്ട്. അപ്പോഴിപ്പോൾ സ്ഥിരം ചോറില്ല, രാത്രിയിൽ കഞ്ഞിയും പയറും അച്ചാറുമാണ് ഞാനും എൻ്റെ മക്കളും കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്നും സോയാബീനും പിന്നെ കോളിഫ്ലവറും ഒക്കെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കടയിൽ കയറിയപ്പോഴത്തേക്ക് ഞാൻ മഷ്റൂം ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ മഷ്റൂം വാങ്ങിച്ചു. അതിനെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കറിയാക്കണം. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കൂടെ കാണിച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻ തയ്യാറാവട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ. അപ്പോൾ ശരി. അപ്പോൾ ഞാനിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചീനച്ചട്ടിയിൽ പിന്നെ ഒന്ന് തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് സാധനം ആയാലും, അതായത് ഇപ്പം കോളിഫ്ലവർ ആയാലും നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വേണം അത് ഉപയോഗിക്കാൻ. തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഇട്ട് എന്നിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ സോയാബീൻ ആയാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളത്തിൽ ഇട്ട് 1-2 പ്രാവശ്യം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പോകാനായിട്ട്, അത് നശിച്ചു പോകാനായിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കേണ്ടതാണ്. അപ്പം അങ്ങനെയാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. ഞാനതിൽ ചേർക്കാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും, 2 വലിയ സവാളയും, ഒരു തക്കാളിയും, പിന്നെ ഞാൻ കാപ്സിക്കമാണ് കേട്ടോ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചമുളക് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അരച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിന് ഇത്രയും സൗകര്യങ്ങൾ വളരെ കുറവാണ്. ആ ഉള്ള പരിമിതിയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കുമ്പിൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഊറ്റി മാറ്റി വയ്ക്കാം. നോക്കൂ, ഞാനതിനെ ഊറ്റി മാറ്റി വെച്ചു. എത്ര ഉണ്ടായിരുന്ന കുമ്പിളാണ് ഇപ്പം നോക്കൂ, ഇതേപോലെ ഉണ്ട്. പിള്ളേർക്കൊക്കെ എങ്ങനെയാണ് അത് കൊടുക്കുന്നത്? ഞാൻ കരുതി ഇത് ശരിക്കും കാണുമെന്ന് കേട്ടോ. ഇത് ഇങ്ങനെ വെള്ളത്തിയിട്ട് ചൂടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ശകലമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും റെഡിയാക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അയ്യോ, വെളിച്ചെണ്ണയില്ല. അപ്പോൾ ഇനി കടയിൽ പോയി വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും വെളിച്ചെണ്ണ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ഇത് കറി ഉണ്ടാക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ പോയി എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില ആയതുകൊണ്ട് ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഇനി ഈ എണ്ണ പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഇനി കറി ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാൻ. അപ്പോൾ ഇനി പൊട്ടിക്കട്ടെ. അപ്പോൾ ഞാൻ അടുപ്പിൽ ചീനച്ചട്ടി വച്ചു, ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചീനച്ചട്ടി എന്താ ഈ കളറെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. അപ്പോൾ നേരത്തെ മഷ്റൂം ചൂടാക്കിയപ്പോൾ പറ്റിയ കളറാണ്. അത് ഞാൻ നല്ല വൃത്തിയാണ് കഴുകി ഉണക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ നന്നായിട്ട് തിളക്കട്ടെ. വെളിച്ചെണ്ണ പോലെയല്ല, ഈ എണ്ണയ്ക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചൂടായാലേ നല്ലതായിട്ട് കടുക് ഇട്ടാൽ പൊട്ടും. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് ചൂടായാലും കടുക് ഇട്ടാൽ നല്ല രീതിയിൽ പൊട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടാവട്ടെ.
അപ്പോൾ ഇതിനകത്ത് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമേ വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ട് ഒറ്റ കൈ കൊണ്ട് കടുക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കടുക് ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന സവാള ഗിരിഗിരി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ശകലം ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മഷ്റൂമിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉള്ളി സവാള നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ശകലം ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നല്ല രീതിയിൽ കിടന്ന് വഴണ്ട് വരട്ടെ. ആ ഉള്ളിയിലെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കാം. അപ്പം നമുക്ക് ഉള്ളി വഴയുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കുക. നമ്മൾ ഗ്യാസിൽ അധികം തീ ആവണ്ട കേട്ടോ, ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരുപാട് തീ നമ്മളിതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് നന്നായി ഇതും വഴണ്ട് വരുന്നവരെ ഒന്ന് കാത്തിരിക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് പൊടിക്കൂട്ടുകൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കൂട്ടുകളെല്ലാം ഒരുമിച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഞാൻ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കാരണം ഇത് കുട്ടികൾക്കും കൂടെ കൊടുക്കാനുള്ളത് കൊണ്ട് എരിവ് കൂടുതൽ ആകുമെന്ന് പേടിച്ചിട്ട് മുളക് പൊടി കുറച്ചേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എന്നിവയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആവശ്യത്തിന് കേട്ടോ, ആവശ്യത്തിന് മാത്രം അവരവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് അവരവരുടെ ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റിന് ആവശ്യമായ, ഇപ്പം ഒരാൾക്ക് ചിലപ്പം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ ശരിയാവുമായിരിക്കും, ചിലപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇവിടെ എടുത്ത് വച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ എടുത്ത് വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും കറിവേപ്പില നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ബാക്കി എല്ലാ സാധനവും ആവശ്യത്തിന്, പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും കറിവേപ്പില നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. പൊടികൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, കുറച്ച് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, എരി കൂടുതലാണെങ്കിൽ അങ്ങനെ. അപ്പം ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റല്ലേ. അപ്പം ഇവിടെ കുട്ടികൾ ഇത് കൂട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അധികം എരി ചേർക്കാത്തത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ എല്ലാം കൂടെ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ടൊമാറ്റോ സോസ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. പക്ഷേ ഇവിടെ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ വറ്റൽമുളക് ഇതിനകത്ത് ഇട്ടിട്ടില്ല, കാരണം ഇടാത്തതാണ്. ഇവിടെ ഇല്ല, സാധനം ഇവിടെ ഇരിപ്പില്ല, വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വറ്റൽമുളക് ഇടാഞ്ഞത്. നന്നായിട്ട് ഒന്ന് വെന്തിട്ട് വേണം നമ്മുടെ മഷ്റൂം ഇതിനകത്തോട്ട് തട്ടി ഇടാനായിട്ട്. ഇതിനകത്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, മഷ്റൂമിൽ തന്നെ വെള്ളമുണ്ട്. അപ്പം നമുക്ക് മഷ്റൂം ഇതിനകത്തോട്ട് ഇടാം. അപ്പം നമ്മൾ മഷ്റൂം ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചന്നം പിന്നെ ഒന്നും ഇളക്കരുത് കേട്ടോ, മഷ്റൂം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം
ഇത് നമ്മൾ പാചകം ചെയ്യാനായിട്ട്. അപ്പം നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കുറച്ച് നേരം നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ മഷ്റൂം കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചന്നം പിന്നം കീറിയെടുത്ത മല്ലിയില ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ മഷ്റൂം വയ്ക്കുന്ന രീതി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വന്ന് പറയുക. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, സിനി സന്തോഷ്.